ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ എണീറ്റുള്ളൂ. ദീന എൻ്റെ ശബ്ദം കേട്ട് ദീന എണീറ്റു. ഞാൻ വലിയ കാര്യമായിട്ട് പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ കാണിച്ചു തരാം എന്താണ് ഒരു സ്കൂൾ ഡേ, എങ്ങനെയാണ് എൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത്. ചെക്കൻ എണീറ്റു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഉറക്കെ പറയാം. എൻ്റെ ഒരു സ്കൂൾ ദിവസങ്ങളിലത്തെ ഒരു സിസ്റ്റമാണിത്. അലാറം കണ്ടോ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ 6:15 എണീക്കും, ദീന 7:15 എണീക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 6:15 എണീക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, കാരണം അവൻ വലിയ ചെക്കനായി. അപ്പോൾ എന്നാലും എനിക്ക് നേരത്തെ എണീറ്റ് ചായ ഉണ്ടാക്കി സിറ്റിംഗ് റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഒരു 7:15 ആകുമ്പോൾ ദീൻ എണീപ്പിക്കും. ഒരു 7:30 ആകുമ്പോഴാണ് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇന്ന് എന്താണ് സാറിന് വേണ്ടതെന്ന് ചോദിക്കണം. കാരണം ഞങ്ങൾ ഇന്നലെ പാൻ കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഒരുമിച്ച്. അപ്പം അതിൻ്റെ ഇത് ഇനിയും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് വേണോ, സിറിയാൽസ് വേണോ, ബ്രെഡ് വേണോ, മുട്ട വേണോ ചോദിക്കണം. സിറിയാലാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, ജസ്റ്റ് പാലും ഇത് ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും ചോദിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ഇനിയിപ്പം ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്കൂളായി ഇവിടുത്തെ സ്കൂൾ സിസ്റ്റമൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 8:30 തൊട്ട് 4:30 വരെയാണ് ദീനു സ്കൂള്. പക്ഷേ ആഴ്ചയിൽ 5 ദിവസമില്ല, 4 ദിവസമുള്ളൂ. അതായത് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി. അപ്പോൾ ഈ തിങ്കൾ, ചൊവ്വ കഠിനാധ്വാനം കഴിയുമ്പോൾ ഒരു ദിവസം റെസ്റ്റ് ഉണ്ട്, അതായത് ബുധനാഴ്ച. അപ്പോൾ സെപ്റ്റംബർ മാസം എനിക്ക് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു മാസമാണ്. കാരണം സ്കൂൾ തുറന്നതിൻ്റെ ആ ഒരു പുതിയ ഓർഗനൈസേഷനിലോട്ട് എത്തണം. പിന്നെ ഇനി ഈ ഒരു വർഷം എങ്ങനെയാണ് എന്ന് നോക്കണം, അവൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ. അപ്പോൾ ഈ വർഷം അവന് ബുധനാഴ്ച സ്കൂളിലല്ലോ, അപ്പോൾ അവനെ സ്വിമ്മിങ്ങിന് ചേർത്തിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അത് കഴിഞ്ഞ് വ്യാഴവും വെള്ളിയും വീണ്ടും കഠിനാധ്വാനം കഴിയുമ്പോൾ 2 ദിവസം അവധിയാണ്. അപ്പോൾ വീക്കെൻഡും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇനി ഒപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ദീൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വർഷം തൊട്ട് പുതിയൊരു സിസ്റ്റത്തിലോട്ടായിരിക്കുകയാണ്. ദീൻ തന്നെയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ അടുത്താണ് കേട്ടോ. ഞാനൊരു വ്ളോഗിൽ ഈ ഒരു പരിസരം മൊത്തം കാണിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ദീനിൻ്റെ സ്കൂളും അതും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ഞാൻ ജസ്റ്റ് മേലിടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റതിൻ്റെ ആ ഒരു ശബ്ദത്തിലാണ്, സോറി. അപ്പോൾ ദീൻ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ ദീനാണ് സ്കൂളിൽ പോകുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ആരെങ്കിലും അവൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ ഈ വർഷം കുറച്ച് വലുതായി, അവന് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കണം എന്ന് ഫീൽ ചെയ്തു. അവനും കഴിഞ്ഞ വർഷം തൊട്ട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം കുറച്ച് നേരത്തായിരുന്നു. ഈ വർഷം ഞാൻ വെച്ചെന്നാൽ പിന്നെ അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തു, കാരണം അവന് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇരിക്കും. അവനെ വിടുന്നവരെ ഞാൻ പിന്നെ അവൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അവൻ എനിക്ക് വേണമെങ്കിൽ നിലയൊക്കെ ഒന്ന് തുടച്ചു തരും പോകുന്നതിന് മുമ്പ്. അപ്പോൾ TV കണ്ടുകൊണ്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും. അവനക്കൊരു TVയുടെ സൗണ്ടെങ്കിലും മസ്റ്റാണ്. അപ്പോൾ ഇനിതാ അവന് പോകാനുള്ളൊരു സമയമായി. 8:15 അവൻ ഇറങ്ങുന്നത്. അപ്പോൾ ദീൻ പോയി. ഞാനപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുകയാണ് നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഞാൻ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയോ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്യാൻറ്റീനിലും ഞാൻ ഇരുത്തണില്ല ഈ വർഷം. ഇത്രയും കാലം നിർത്തിയിട്ട് മനസ്സിലായത്, അവൻ പെട്ടെന്ന് ഇതിലും കഴിക്കും, പിന്നെ കളിക്കാൻ പോകും. കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. 11:30ക്കാണ് ക്യാൻറ്റീന്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ 1:30 വരെയും കളിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലായി അത്ര വലിയതായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. മിക്ക കുട്ടികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഈ വർഷം നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം, അതായത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ദീൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും
എൻ്റെ പേരൻസും അടുത്തടുത്താണ് താമസിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവൻ ഇവിടെ വന്ന് കഴിക്കും, ചിലപ്പോൾ അവൻ അവിടെ പോയി കഴിക്കും. ഇവിടെ ഉള്ള ദിവസങ്ങളിലത്തെ ഒരു വ്ളോഗാണ് ഞാനീ കാണിക്കുന്നത്. എല്ലാ ദിവസവും അവനിവിടെ ഉണ്ടാവണം എന്നില്ല. അവനാണ് തീരുമാനിക്കുന്നത് ഇന്ന് ഞാൻ വല്യപ്പാടെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉമ്മയുടെ വീട്ടിൽ എന്നുള്ള ഒരു ഇത് അവൻ്റെ തീരുമാനമാണ്. പൊതുവേ ചൊവ്വാഴ്ച രാത്രി അവൻ എൻ്റെ പേരൻസിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. കാരണം ബുധനാഴ്ച ക്ലാസ്സില്ല, ബുധനാഴ്ച എനിക്ക് ജോലി ഉണ്ടാകും. അപ്പോൾ എനിക്ക് അവരെ നോക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പലരും ചോദ്യം ഇതാണ് കൊറോണ വൈറസ് എന്തായി അവിടെ. ഇവിടെയും കൂടി വരാണ്. പക്ഷെ അത് ജൂണിലേ പറഞ്ഞിരുന്നു. ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞാൽ അതായത് സെപ്റ്റംബറിലൊരു രണ്ടാമതൊരു വലിയൊരു സംഭവം ഉണ്ടാകുമെന്നുള്ളത്. കാരണം ഈ ഒരു വലിയ വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോയേ പറ്റൂ എന്നുള്ളൊരു നിയമമുണ്ട്. ഇവിടെ ഓൺലൈൻ ക്ലാസ് ഇല്ല. അപ്പോൾ ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത്. ടീച്ചർമാർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല. എത്ര നേരം ഒരു കുട്ടീനെ ഒരു സ്ക്രീൻ വഴി എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത് എനിക്കും അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് ഒരു എന്താ പറയുക, ദീനുള്ളൊരു ദിവസത്തിൻ്റെ ഒരു റുട്ടീനാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അതല്ലാത്ത ദിവസങ്ങളിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത്തരം ഒരു ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കില്ല ഫുൾ ടൈം ഇരിക്കുന്നത്. ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകും, അപ്പോൾ അതിന് പോകും. എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുണ്ടാകും, അതിന് പോകും. അപ്പോൾ ടോട്ടലി എൻ്റെ ഒരു ദിവസം ഒരുപോലെ ആകണമെന്നില്ല. പല കാര്യങ്ങളുണ്ടാകും. എനിക്ക് ഒരു സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര തിരക്കുള്ളൊരു മാസമാണ്. കാരണം പുതിയൊരു റുട്ടീനിലോട്ട് വരണം. ആ ഒരു 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഫുൾ എഫക്റ്റാണിപ്പോൾ. ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു ഇത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അതൊരു രസകരമായ കാര്യമാണ്. ഇവിടെ കുട്ടികൾക്ക് 6-6.5 ആഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ 2 ആഴ്ച വെക്കേഷനാണ്. അതായത് ഇപ്പോൾ സെപ്റ്റംബർ 1 സ്കൂൾ തുടങ്ങി ഒരു ഒക്ടോബർ 17 ആകുമ്പോഴത്തേക്കും 2 ആഴ്ചത്തെ വെക്കേഷനാണ്. അത് കഴിഞ്ഞ് വീണ്ടും 6.5 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും 2 ആഴ്ചയുടെ വെക്കേഷനാണ്. അപ്പം ഈസ്റ്റർ വെക്കേഷൻ വരെ അങ്ങനെയാണ്. പിന്നെ മെയ് മാസം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പബ്ലിക് അവധിയാണ്. അപ്പോൾ ഭയങ്കര സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പഠിക്കുക എന്നുള്ളത്. പക്ഷെ അത്യാവശ്യം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, അതും പറയണം. കാരണം 8:30 തൊട്ട് 4:30 വരെയാണെങ്കിൽ ശരിക്കും അവരെ നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹോംവർക്ക് മസ്റ്റല്ല. അതായത് കൊടുക്കും. ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമല്ലാതെ പണിഷ്മെൻറ്റും ഒന്നുമില്ല. അങ്ങനെയാണ്. പക്ഷേ കുട്ടികൾക്കത് ചെയ്യണം എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നില്ല. അവന് സ്കൂളിൽ 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:30 തൊട്ട് 6 മണി വരെ സ്കൂളിൽ തന്നെ അവനിരുന്ന് അവൻ്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ടേ വീട്ടിൽ വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കില്ല നീ എന്ത് ചെയ്തു എന്നുള്ളത്. ജസ്റ്റ് ഞാൻ പോയി നോക്കും എന്താണ് ഏത് ലെവലിലായി എന്നുള്ളത്. എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ എന്നോട് പറയും ഇവൻ ആ ഒരു ഇതിലോട്ടൊന്ന് നോക്കാം. പക്ഷെ പൊതുവെ അവർ തന്നെയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യാറ്. അതാകുമ്പോൾ നമ്മൾ പേരൻസിനും കുട്ടിക്കും ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. ആ ഒരു പ്രഷർ ഞാൻ 1-2 വർഷം അനുഭവിച്ചു. അതോടുകൂടി ഞാനും ഒരു ഭയങ്കര ഇതിലായി, ഡിപ്രഷനായി. പിന്നെ അവർക്ക് എന്നോട് പറയാൻ ഭയങ്കര മടിയായി. അന്ന് ഞാൻ തീരുമാനിച്ചു ഓക്കെ ഇത് ശരിയാവില്ല എന്നുള്ളത്. കാരണം ഞാനും ഒരു ജോലി കഴിഞ്ഞുള്ള പ്രഷർ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്, അവനൊരു സ്കൂൾ കഴിഞ്ഞ് പ്രഷർ കഴിഞ്ഞ് വരുന്നൊരിതാണ്. നമ്മൾ രണ്ടുപേരും കൂടി പിന്നെ ഒരു പണിയെടുക്കാന്ന് പറഞ്ഞാൽ ഒട്ടും സുഖമുള്ള കാര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ അതിനുശേഷം ഭയങ്കര സുഖമാണ്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം അവൻ ഇതുപോലെ ഹോംവർക്ക് ചെയ്തു. പക്ഷേ ടീച്ചർ പറഞ്ഞു ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നു. അവൻ പറഞ്ഞു എനിക്കിതെങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം, നാളെ കൊടുക്കണം. അപ്പോൾ അവൻ തന്നെ ആ ഒരു ഇതിലോട്ട് എത്തി. അവൻ ചെയ്തതിന് ശേഷം എന്നോട് എനിക്ക് ഏറ്റവും വലിയ തലവേദന കഴിഞ്ഞിട്ട് വേണം കുളിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവൻ പോയി കുളിച്ചു. അപ്പോഴത്തേക്കും ഡിന്നർ റെഡിയായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ ആ ഒരു ലെവലിലോട്ട് അവർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു വ്ളോഗിലൂടെ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് അടുത്ത പരിപാടികൾ ഒപ്പിക്കട്ടെ. ആദ്യം റൂമെല്ലാം ക്ലീൻ ചെയ്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ ജോലിയിലോട്ട് കയറി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഉച്ചയ്ക്ക് അവൻ ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ 2 കാര്യം കൂടി പറയുന്നുണ്ട്. ഞാനൊരു
അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം എന്താണെന്നുള്ളതും. അതുപോലെ തന്നെ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉമ്മാക്ക് വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു ഫോട്ടോ. നമ്മളിങ്ങനെ ചെടി വാങ്ങിച്ചു കൂട്ടും, പക്ഷേ ചെടി ഇല്ലാതായി അവസാനം. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല രസമുണ്ട്. ഈ ഷോപ്പ് ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് വരെ എനിക്ക് ഇവരുടെ കളക്ഷൻ വലിയ ഇഷ്ടമായില്ല, പക്ഷെ ഇപ്പോൾ നല്ല സൂപ്പർ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട്. kazashop.com ആണ്. യാതൊരുവിധ കൊളാബറേഷനും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മിക്കതും വാങ്ങിക്കുന്നുണ്ട്. നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് ഗൾഫ് കൺട്രീസിലുണ്ടോ എന്നുള്ളത്. എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. നല്ല രസമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞാനും വാങ്ങിച്ചു ഒരെണ്ണം പോയിട്ട്. പിന്നെ മറ്റൊരു അൺബോക്സിങ് ഞാൻ ഓൾറെഡി കുറച്ച് തുറന്നിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി, പക്ഷെ ഞാൻ മറന്നു, കംപ്ലീറ്റ് ആയിട്ട് മറന്നത് അവിടെ വെച്ചു. പിന്നെ തുറക്കാൻ കരുതിയിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളത്. സംഭവം ഇതാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്ന അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഓക്കെ, ഇത് നമ്മൾ എല്ലാ കുപ്പികളിലോ അല്ലെങ്കിൽ എല്ലാം ഒരു പെണ്ണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഇപ്പോൾ ഒരു മസാലയുടെ പേര് അതൊക്കെ. അപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വലിയ കാശൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതൊരു 10-40 എണ്ണം ഉണ്ട്. ഇത് ഞാനും ഉമ്മയും കൂടി ഷെയർ ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഇത് ഓർഗനൈസേഷന് നല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയിലെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അത് ഞാൻ കാണിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും തരാം. അത് കഴിയുമ്പോഴത്തേക്കും ദീൻ 11:45 ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ എന്തെങ്കിലും ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ജോലിക്കിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ദീൻ വരുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോയി ചെറിയ പർച്ചേസ് നടത്തി. ഒരു പാസ്ത സലാഡാണ് ഇന്ന് രാത്രി ഉണ്ടാക്കുന്നത്. വീക്ക് ഡേയ്സിൽ പൊതുവെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ദീൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം ഫുഡ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യണ നേരം കൊണ്ട് ഞാൻ പാസ്ത ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് കുറച്ച് കൂടുതൽ പാസ്ത ആണെങ്കിൽ എനിക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് പാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സാറിന് ചീസ് താല്പര്യമില്ല, കാരണം വണ്ണം വെക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും ഞങ്ങളുടെ പ്ലേറ്റുകൾ തമ്മിൽ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് 6:15 ദീൻ വരും. 6:30 ഞങ്ങൾ 2 പേരും ഇരുന്ന് ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണി വരെയും ഞങ്ങളുടേതായ പരിപാടിയാണ്. അവൻ കളിക്കും, ഞാൻ ക്ലീനിങ് ആയിരിക്കും, ചെടി നനക്കലും അത്തരം പരിപാടികളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഒരു 8 മണി തൊട്ട് 9 മണി വരെ ഞങ്ങളൊരു മൂവി കാണാനിരിക്കും. എത്ര വലിയ മൂവി ആണെങ്കിലും 9 മണിക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്യിക്കും. കാരണം 9 മണി ഉറങ്ങണം, അത് മസ്റ്റാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ അവൻ്റെ ബെഡ്റൂമിലാണെങ്കിൽ ചില ദിവസം എൻ്റെ കൂടെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ കണ്ണുറക്കുമ്പോഴായിരിക്കും സാറ് ബെഡ് മാറി ഇവിടെ വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവനെ കിടത്തി ഇറക്കിയിട്ടാണ് ഇനി എൻ്റെ ജോലി അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതിനേക്കാളും കഷ്ടമുള്ള ദിവസങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു ദിവസം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്ളോഗ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.